നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കൊല്ലത്ത് സ്കൂൾ വിദ്യാർത്ഥി ഷോക്കേറ്റു മരിച്ച സംഭവം അക്ഷരാർത്ഥത്തിൽ ഉറ്റവരെ ഒന്നടങ്കം വേദനിപ്പിച്ചിരിക്കുകയാണ്. അതിലേറ്റവും വേദനാജനകം, കഴിഞ്ഞ ദിവസം അമ്മ സ്വന്തം മകൻ്റെ മരണ വാർത്ത അറിഞ്ഞിട്ടുണ്ട്. അമ്മ നാട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ഈ പ്രതിസന്ധി ആ കുടുംബം തരണം ചെയ്യുക എന്നത് വലിയൊരു ചോദ്യമായി മാറിയിരിക്കുകയാണ്. അതിനിടയിൽ ഈ ഉറ്റവരുടെയൊക്കെ ചില പ്രതികരണങ്ങൾ വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം പിതാവ് വേദനയോടെ പ്രതികരിച്ചു. ഇപ്പോൾ സഹോദരൻ, അതുപോലെ തന്നെ ഈ മിഥുൻ്റെ കൂട്ടുകാരടക്കമുള്ളവരൊക്കെ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുകയാണ്. അവർ മിഥുനെക്കുറിച്ചുള്ള ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ വേദനയോടെ മാത്രമേ കേട്ടു നിൽക്കാൻ സാധിക്കുകയുള്ളൂ. പ്രത്യേകിച്ച് മിഥുൻ്റെ സഹോദരൻ അനുജൻ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. ചേട്ടനെക്കുറിച്ച് വൈകിട്ട് എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ വച്ചേക്കണമെന്ന് പറഞ്ഞാണ് ചേട്ടൻ സ്കൂളിൽ പോയത്. താൻ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ക്ലാസ്സിൽ. അപ്പോഴാണ് അമ്മൂമ്മയും അപ്പൂപ്പനും ഓട്ടോയിൽ വന്ന് തന്നെ സ്കൂളിൽ നിന്നും കൂട്ടിക്കൊണ്ടുവന്നത്. മിഥുന് ചേട്ടന് ഒരു പട്ടാളക്കാരനാകാനായിരുന്നു ആഗ്രഹം എന്നടക്കമുള്ള ഒരു കാര്യമാണ് അനിയൻ പറയുന്നത്. തീർച്ചയായിട്ടും അനിയൻ്റെ വാക്കുകൾ വളരെ വേദന ഉളവാക്കുന്നു. സ്വന്തം ചേട്ടന് നഷ്ടമായി, അത് ഉൾക്കൊള്ളാനുള്ള ഒരു മനഃശക്തി ആ കുടുംബത്തിന് മുഴുവൻ ഉണ്ടാകട്ടെ എന്ന് തന്നെയാണ് ഏവരും കേരളം ഒന്നടങ്കം ആഗ്രഹിക്കുന്നത്. കൂട്ടുകാർ കഴിഞ്ഞ ദിവസം ഇതിനെക്കുറിച്ച് പ്രതികരിക്കുകയുണ്ടായി. മിഥുൻ ഉള്ളത് കൊണ്ടാണ് താനും ഈ സ്കൂളിൽ വന്ന് ചേർന്നത്. ഇനി അവനില്ല. ഞങ്ങൾ ഒരു ബെഞ്ചിലായിരുന്നു. ഞാൻ പനി ആയതുകൊണ്ട് ഇന്നലെ പോയിരുന്നില്ല ക്ലാസ്സിൽ. ഞാൻ ഉണ്ടായിരുന്നേൽ അവനെ മുകളിൽ കയറാൻ വിടില്ലായിരുന്നു എന്നാണ് മിഥുൻ്റെ സഹപാഠിയും സുഹൃത്തും അയൽവാസിയുമായ തേവലക്കര സ്കൂളിലെ വിദ്യാർത്ഥി ലിബിൻ പോൾ പ്രതികരിച്ചിരിക്കുന്നത്. നന്നായി പഠിക്കുകയും പടം വരയ്ക്കുകയും ഫുട്ബോൾ കളിക്കുകയും ഒക്കെ ചെയ്യുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരൻ്റെ മരണം അത് ഉൾക്കൊള്ളാൻ സഹപാഠികൾക്കോ ഇപ്പോൾ ഇതുവരെ സാധിച്ചിട്ടില്ല. ഊഹിക്കാവുന്നതിലും അപ്പുറമാണ് ഒരു വേർപാടിൻ്റെ ആ ഒരു സാഹചര്യം. നമുക്കറിയാവുന്നതുപോലെ സ്വന്തം സ്കൂളിലാണ് ആ ഒരു കുട്ടി മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നത്. കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടികളുണ്ടായിരുന്നു. അവരൊക്കെ എങ്ങനെ ആ ട്രോമ മറികടക്കുമെന്നതും വലിയൊരു ചോദ്യം തന്നെയാണ്. കൂടെ പഠിച്ച കുട്ടികൾ, സഹപാഠികൾ, അവരെങ്ങനെ ഈ ചെറുപ്രായത്തിൽ അവരെ തേടിയെത്തിയ ഈ വലിയൊരു വേദന, ആ സാഹചര്യം കടമ്പ് അവർ എങ്ങനെ കടക്കും? ചോദ്യങ്ങൾ ഒരുപാടാണ്. ഫുട്ബോൾ കളി മിഥുന് വലിയ ഇഷ്ടമായിരുന്നു എന്നതടക്കമുള്ള പ്രതികരണം കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്നും കൂട്ടുകാരുടെ ഭാഗത്തു നിന്നുമൊക്കെ ഉണ്ടാവുന്നുണ്ട്. സ്കൂളില്ലാത്തപ്പോൾ ഒരുമിച്ചാണ് എപ്പോഴും വീടിന് സമീപമുള്ള ഗ്രൗണ്ടിൽ ഫുട്ബോൾ കളിക്കുന്നതെന്നും ചൂണ്ടയിട, നീന്തുക ഒക്കെ ഒരുമിച്ച് ചെയ്യാറുണ്ടായിരുന്നു എന്നതടക്കമുള്ള വെളിപ്പെടുത്തലുകൾ ഒരു ഓർമ്മിച്ചെടുക്കലൊക്കെ കൂട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു. എന്തിനും മുന്നിൽ നിൽക്കുന്ന വ്യക്തിയായിരുന്നു മിഥുൻ എന്നാണ് ഉറ്റവരൊക്കെ പറയുന്നത്. അതായത് സഹപാഠികളൊക്കെ പറയുന്നത്. കളി സംഘടിപ്പിക്കാനും ടൂർണമെന്റ് നടത്താനും എല്ലാം മിഥുൻ തന്നെയാണ് മുൻപന്തിയിൽ നിൽക്കുന്നത്. അടുത്തുള്ള വീടുകളെല്ലാം അവന് സ്വന്തം വീട് പോലെയായിരുന്നു. അവൻ്റെ മരണം ഞങ്ങൾക്ക് വിശ്വസിക്കാനാകുന്നില്ല എന്നാണ് ഈ മിഥുനെ അറിയാവുന്നവരും അതുപോലെ തന്നെ ഉറ്റവരും സഹപാഠികളും ഒക്കെ വേദനയോടെ പ്രതികരിക്കുന്നത്. മിഥുൻ്റെ ഈ ഒരു വേർപാടിൽ വേദനാജനകത്തോടെ അല്ലെങ്കിൽ ജന്മനാട് കണ്ണീരോടെ ആയിരിക്കുകയാണ്. കണ്ണീരോടെ വിട നൽകാൻ ഇനി മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. വിദേശത്തുള്ള അമ്മ സുജ നാട്ടിലെത്തും വരെ മൃതദേഹം ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിക്കുകയാണ്. തുർക്കിയിലുള്ള അമ്മ വേഗം തന്നെ നാട്ടിലെത്തും. അമ്മ എത്തുന്നത് അനുസരിച്ചായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. വിദ്യാർത്ഥിയുടെ മരണത്തിൽ സ്കൂൾ അധികൃതരുടെയും KSBയുടെ അടക്കം വീഴ്ച ചൂണ്ടിക്കാട്ടി വിവിധ സംഘടനകൾ ഇന്ന് പ്രതിഷേധങ്ങൾ അടക്കം സംഘടിപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസമൊക്കെ കനത്ത പ്രതിഷേധമാണ് സംഭവത്തിനെതിരെ ഉയർന്നത്. പ്രത്യേകിച്ച് KSBയുടെ ഭാഗത്ത് വീഴ്ചയുണ്ടായോ, സ്കൂളിൻ്റെ ഭാഗത്ത് വീഴ്ചയുണ്ടായോ? തീർച്ചയായിട്ടും ഇപ്പോൾ KSB അന്വേഷിക്കുന്നുണ്ട്. സ്കൂൾ അധികൃതരും സ്കൂളിൻ്റെ ഭാഗത്തു നിന്നുള്ളവരുമൊക്കെ അന്വേഷണം നടത്തുന്നുണ്ട്. ആർക്കാണ് വീഴ്ച സംഭവിച്ചത് ഈ ഒരു കാര്യത്തിൽ? അതായത് ലൈൻ കമ്പിയൊക്കെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ആ സ്കൂളിൻ്റെ ഏറ്റവും താഴ്ന്ന് ആണ് ആ ലൈൻ കമ്പികളായിരിക്കുന്നത്. ഇത്ര മീറ്റർ അകലം വേണം, ഇത്ര മീറ്റർ പൊക്കം വേണമെന്ന് വ്യവസ്ഥകളൊക്കെ ഇരിക്കവേ ഇത്രയും താഴ്ന്നാണ് ലൈൻ കമ്പികൾ വന്നത് എങ്ങനെ? ചോദ്യങ്ങൾ ഒരുപാടുണ്ട്. എന്തായാലും അന്വേഷണത്തിന് ശേഷം മാത്രമേ സ്കൂൾ അധികൃതർക്ക് വീഴ്ച പറ്റിയോ KSBക്ക് വീഴ്ച പറ്റിയോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്താൻ സാധിക്കുകയുള്ളൂ. എന്തായാലും അന്വേഷണം പുരോഗമിക്കുകയാണ്. സംഘർഷ സാധ്യതയുണ്ടാകും. ഇത് കണക്കിലെടുത്ത് സ്കൂളും പരിസരവും ഒക്കെ കനത്ത പോലീസ് സുരക്ഷയിലാണ് ആയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു സർക്കാരിന് വീഴ്ച പറ്റി അല്ലെങ്കിൽ സർക്കാർ സ്കൂൾ ആ രീതിയിലുള്ള ഒരു വിമർശനമൊക്കെ ശക്തമാണ്. അതേസമയം ഈ സംഭവത്തിൽ അനാസ്ഥ കാണിച്ചവർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് മന്ത്രി V. ശിവൻകുട്ടി കഴിഞ്ഞ ദിവസം പ്രതികരിക്കുകയുണ്ടായി.
സംഭവത്തിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ പ്രാഥമിക റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം തന്നെ കിട്ടിയിരുന്നു. ചില അനാസ്ഥകൾ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഈ റിപ്പോർട്ടിൽ വിശദമായ റിപ്പോർട്ട് കിട്ടും. അതിനുശേഷം മാത്രമേ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കർശന നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി കഴിഞ്ഞ ദിവസം തന്നെ വ്യക്തമാക്കിയിരുന്നു. കേരളത്തിന്റെ മകനാണ് മിഥുന്റെ കുടുംബത്തിന് പിന്തുണ നൽകുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി പ്രതികരിച്ചു. കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെത്തി മന്ത്രിമാരായ വി ശിവൻകുട്ടിയും കെ എൻ ബാലഗോപാലും മിഥുന് ആദരാഞ്ജലികൾ അർപ്പിച്ചിരുന്നു. വേദനയോടെ അവർ മൊഴി നൽകി. സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ആലപ്പുഴയിൽ വെള്ളിയാഴ്ച നിശ്ചയിച്ചിരുന്ന പരിപാടികളിൽ മന്ത്രി വി ശിവൻകുട്ടി പങ്കെടുക്കില്ല. കഴിഞ്ഞ ദിവസം രാവിലെ 8:30യോടെയാണ് ഈ ഒരു നടക്കുന്ന സംഭവ വികാസം സ്കൂളിൽ അരങ്ങേറിയത്. കൂട്ടുകാരും ഒത്ത് ക്ലാസ്സിനുള്ളിൽ ചെരുപ്പ് എറിഞ്ഞ് കളിക്കുകയായിരുന്നു. ഇതിനിടെ ഷെഡിന് മുകളിലേക്ക് ചെരുപ്പ് വീണു. ഇതെടുക്കാൻ ക്ലാസ്സിൽ നിന്ന് വലിച്ചിട്ട ഡെസ്കിലൂടെ തടി കൊണ്ടുള്ള സ്ക്രീൻ മറികടന്ന് ഭിത്തി വഴി തകര ഷെഡിന് മുകളിലേക്ക് കയറുകയായിരുന്നു മിഥുൻ. മഴ നനഞ്ഞു കുതിർന്ന് കിടന്ന ഷീറ്റിൽ നിന്ന് ചെരുപ്പെടുക്കവേ തെന്നി വീണു. അപ്പോൾ വൈദ്യുതി ലൈനിലേക്ക് പിടിക്കുകയായിരുന്നു. അപ്പോൾ തന്നെ ഷോക്കേറ്റ് മരണം സംഭവിക്കുകയും ചെയ്തു. ബഹളം കേട്ട് ഓടിക്കൂടി അധ്യാപകരും മറ്റുള്ളവരും ചേർന്ന് കുട്ടിയെ താഴെ എത്തിച്ച് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പക്ഷേ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. മാത്രമല്ല മിഥുൻ ഈ മുകളിൽ കയറുമ്പോൾ അത് കണ്ടുകൊണ്ട് നിൽക്കുന്ന കുറച്ച് കുട്ടികളും കൂടി ഉണ്ടായിരുന്നു. മിഥുൻ മരിച്ചു വീഴുന്നതും അവരുടെ മുന്നിൽ തന്നെയാണ്. അപ്പോൾ ആ കുട്ടികളുടെ ഒരു മാനസികാവസ്ഥ കൂടി പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. വൈദ്യുതി ലൈനിൽ കമിഴ്ന്നു കിടക്കുന്ന നിലയിലായിരുന്നു സ്കൂൾ അധികൃതർ അടക്കമുള്ളവർ മിഥുനെ കണ്ടത്. 40 വർഷമായി ഇവിടെ വൈദ്യുതി ലൈൻ ഉണ്ട് എന്ന് KSEB എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പ്രതികരിച്ചിരിക്കുകയാണ്. സംഭവത്തിന് പിന്നാലെ ഈ സംഭവത്തിൽ സ്കൂൾ അധികൃതർക്കും KSEBക്കും വീഴ്ച പറ്റിയെന്നതടക്കമുള്ള വിമർശനങ്ങൾ കഴിഞ്ഞ ദിവസം മുതൽ ശക്തമാണ്. രണ്ടു കൂട്ടരെയും വിമർശിച്ചിട്ടുണ്ട്. ഈ വിഷയത്തിൽ മന്ത്രി K കൃഷ്ണൻകുട്ടി, വൈദ്യുതി മന്ത്രി, പ്രതികരിച്ചിട്ടുണ്ട്. അതായത് ആർക്കാണ് വീഴ്ച പറ്റിയത് അന്വേഷണം നടക്കുന്നുണ്ട്. അതിനുശേഷം അന്വേഷണത്തിൽ മാത്രമേ വീഴ്ച പറ്റിയത് ആർക്കാണെന്ന കാര്യത്തിലൊരു വ്യക്തത വരികയുള്ളൂ. അതിനുശേഷം ഒരു നടപടിയിലേക്ക് കടക്കുമെന്ന് തന്നെയാണ് അതാത് വകുപ്പ് മന്ത്രിമാർ വ്യക്തമാക്കുന്നത്. സ്കൂളിന് സമീപത്തെ കോവൂർ കോളനിയിലേക്കാണ് വൈദ്യുതി ലൈൻ പോകുന്നത്. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ നടത്തിയ പ്രാഥമിക പരിശോധന, ഈ പരിശോധനയിൽ നിന്ന് വ്യക്തമാകുന്നത് ഈ വൈദ്യുതി ലൈനും കെട്ടിടവും തമ്മിലുള്ള അകലം പാലിച്ചിട്ടില്ല എന്നാണ്. അപ്പോൾ അത്തരത്തിൽ പാലിക്കേണ്ട ചില അകലങ്ങളുണ്ട്. അതൊന്നും പാലിക്കാതെയുള്ള ഒരു രീതിയിലായിരുന്നു കാര്യങ്ങളായിരുന്നത്. അപ്പോൾ അതൊക്കെ വലിയ പിഴവ് തന്നെയാണ്. അപ്പോൾ ആ ഗുരുതര പിഴവുകൾക്ക് കൃത്യമായ നടപടി സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. ഏതായാലും അന്വേഷണ റിപ്പോർട്ടിനും തുടർ നടപടികൾ എന്തൊക്കെയാണ് എന്നതടക്കമുള്ള കാര്യങ്ങളും കാത്തു നിൽക്കുകയാണ്. മാത്രമല്ല ഈ മനുഷ്യാവകാശ കമ്മീഷനും സ്വമേധയാ കേസെടുത്തിട്ടുണ്ട്. മിഥുന്റെ അച്ഛൻ മനു നിർമ്മാണ തൊഴിലാളിയും അമ്മ സുജ കുവൈറ്റിൽ വീട്ടുജോലിക്കാരിയുമാണ്. സഹോദരൻ സുജിൻ പട്ടക്കടവ് സെന്റ് ആൻഡ്രൂസ് UP സ്കൂൾ വിദ്യാർത്ഥിയാണ്. കഴിഞ്ഞ ദിവസം ഈ മരണവാർത്ത അറിഞ്ഞതോടെ ഈ അച്ഛൻ ബോധമറ്റുവിന് സ്വന്തം മകന്റെ മരണവാർത്ത ഒരു പിതാവ് എങ്ങനെ താങ്ങും? മാത്രമല്ല മുത്തശ്ശി തളർന്നു വീഴുന്ന കാഴ്ചയൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ്. അവർ അലറി വിളിച്ച് കരയുന്നത്. ആ കുടുംബം എങ്ങനെ ഈ പ്രതിസന്ധി ഘട്ടം കടക്കും എന്നത് വലിയൊരു ചോദ്യം തന്നെയാണ്. മാത്രമല്ല മിഥുന് അറിയാവുന്ന സഹപാഠികൾ ഒരു നാട് ഒന്നടങ്കം കണ്ണീരിലാഴ്ന്നിരിക്കുകയാണ്. 1 മാസം മുൻപായിരുന്നു തേവലക്കര സ്കൂളിൽ 8ാം ക്ലാസ് വിദ്യാർത്ഥിയായി മിഥുൻ എത്തിയത്. 7 വരെ പട്ടക്കടവ് സെന്റ് ആൻഡ്രൂസ് UP സ്കൂളിലായിരുന്നു മിഥുൻ പഠിച്ചത്. 8 സെന്റ് ഭൂമിയിലാണ് ഇവരുടെ വീടിരിക്കുന്നത്. കല്ലുകൊണ്ട് കെട്ടിയ ഓടിട്ട കുഞ്ഞു വീട്. അവിടെയാണ് മനുവും മിഥുനും 6ാം ക്ലാസ് വിദ്യാർത്ഥിയായ സഹോദരൻ സുജിനുമൊക്കെ താമസിക്കുന്നത്. പരാധീനതകൾക്ക് നടുവിലും കഴിഞ്ഞു പോയിക്കൊണ്ടിരുന്ന കുടുംബത്തെ തേടിയാണ് മിഥുന്റെ മരണവാർത്ത എത്തിയത്. വളരെ വേദനാജനകമായ സാഹചര്യത്തിൽ കൂടി കടന്നു പോവുകയാണ്. എന്തായാലും സംസ്കാര ചടങ്ങുകളൊക്കെ നടക്കേണ്ടതായിട്ടുണ്ട്. അമ്മ വരേണ്ടതായിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.